സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. You search me and you know me. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എന്നെ അറിയാവുന്നവൻ എന്നെ അന്വേഷിക്കുന്നു. നോക്കുക, തമ്പുരാന് നമ്മെ ഓരോരുത്തരെയും അറിയാം. തമ്പുരാൻ നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, നമ്മളെങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക? ഉള്ളം വൃത്തിയാക്കുവാനായിട്ട് നീ ശ്രമിക്കുന്നുണ്ടോ? അകമാണ് അവൻ കാണുന്നത്. നിന്നിൽ നിന്ന് പരിശുദ്ധാത്മ ഫലം പുറപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവാൻ നിനക്ക് ഇടയാകുന്നില്ലെങ്കിൽ, ഭൗതികമായ ആ ഒരു ഫലം മാത്രമാണ് നിന്നിൽ നിന്ന് സംഭവിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ അതിന് വിലയില്ല കേട്ടോ. അത് മനുഷ്യരുടെ മുമ്പിലൊക്കെ കാണിക്കാം. പക്ഷെ ദൈവസന്നിധിയിൽ ഫലം കിട്ടുന്നത് നിന്നിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മ ഫലം കൊണ്ടാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അത് ദൈവത്തിൽ നിന്ന് ദൈവം നൽകുകയും ചെയ്യുകയാണ്. ഇഷ്ടംപോലെ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. നമ്മളാരും ചോദിക്കുന്നുമില്ല, ചോദിച്ചത് നമ്മൾ കൊടുക്കുവാൻ ശ്രമിക്കുന്നുമില്ല, കിട്ടിയത് കൊടുക്കുവാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനായി മകളായി നമുക്ക് മാറണമെങ്കിൽ പരിശുദ്ധാത്മ ഫലം പുറപ്പെടുവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഒന്നേ ഉള്ളൂ, സ്നേഹം മാത്രം. മലയാളത്തിലാണ് ഒത്തിരിയേറെ ഫലങ്ങളുള്ളത്. ഇംഗ്ലീഷിലെ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്, ഫ്രൂട്ട്സ് എന്നല്ല. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ ഫലങ്ങളും അതിനകത്തുണ്ടാവും. അതില്ലെങ്കിൽ സ്നേഹമേ ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ചിലർ പറയും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് ക്ഷമിക്കുക എന്ന് പറയുന്ന കാര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.